എൻ്റെ മറ്റൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ദുരന്ത കഥയാണ്. 15 വയസ്സിന് ശേഷം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയ കഥ. എങ്ങനെയാണ് 15 വയസ്സിന് ശേഷം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ. മുമ്പൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, 15 വയസ്സ് വരെ എൻ്റെ ഒരു കണ്ണ് പൂർണ്ണമായും കാണാമായിരുന്നു. എന്നാൽ 15 വയസ്സിന് ശേഷം കണ്ണിൻ്റെ കാഴ്ച പതുക്കെ കുറഞ്ഞു വന്നു. 20 വയസ്സാകുമ്പോഴേക്ക് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടു. അതിന് ഒരു പ്രധാന കാരണമുണ്ട്. ആ കാരണമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എനിക്ക് 12 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം ഞാൻ പാടത്തേക്ക് പന്ത് കളിക്കാനായി പോയി. അന്നൊരു നോമ്പ് ദിവസമായിരുന്നു. വൈകുന്നേരം 4 മണിക്ക് ശേഷം കുട്ടികളെ കൊണ്ടും മുതിർന്ന ആളുകളെ കൊണ്ടും പാടം സജീവമായിരിക്കും. 4 മണിക്ക് ശേഷം പന്ത് കളിക്കാനായി ഞാനും പാടത്തേക്ക് ഓടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിയാണ് ഫുട്ബോൾ. കളിച്ചുകൊണ്ടിരിക്കെ വൈകുന്നേരമായത് ഞങ്ങൾ അറിഞ്ഞില്ല. പള്ളിയിൽ നിന്നും ബാങ്ക് വിളിച്ചതും ആരും കേട്ടില്ല. ഇരുട്ട് വീഴാനായപ്പോൾ ഓരോരുത്തരും പല ഭാഗത്തേക്കായി ഓടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അന്നൊരു നോമ്പ് ദിവസമായിരുന്നു. അന്ന് എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ഇഫ്താർ പാർട്ടി നടക്കുകയാണ്. വീട്ടിൽ നിന്നും എല്ലാവരും ഇഫ്താർ പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ പാടത്ത് പന്ത് കളിക്കുകയാണ്. ഇരുട്ട് വീണപ്പോൾ ഞാനും ഓടാൻ തുടങ്ങി. അന്ന് പാടത്ത് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിൽ നിന്നും ഒരു എർത്ത് ലൈൻ താഴേക്ക് ഇങ്ങനെ കുത്തി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഇരുട്ടിൽ ഞാൻ ഈ എർത്ത് ലൈൻ കണ്ടില്ല. നേരെ ഓടിയ ഓട്ടത്തിൽ നേരെ പോയി ഇടിച്ചത് ഈ എർത്ത് ലൈനിലാണ്. ഇടിച്ച ഉടൻ തന്നെ ഞാൻ ബോധം കെട്ട് താഴെ വീണു. പിന്നീട് ഒന്നും ഞാൻ അറിയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ബോധം വന്നു. ഞാൻ പതുക്കെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചുറ്റും ഇരുട്ടാണ്. ഒന്നും കാണുന്നില്ല. എവിടേക്ക് പോകണമെന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്ത് ചെയ്യും? ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ. കാരണം നോമ്പായതുകൊണ്ട് എല്ലാവരും പാടം വിട്ടിട്ടുണ്ട്. പാടത്തൊരാളും ഇല്ല. എന്തൊക്കെയോ ജീവികളുടെ ശബ്ദം കേൾക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും പാടത്തില്ല. ഞാൻ പതുക്കെ എഴുന്നേറ്റ് മെല്ലെ നടക്കാൻ തുടങ്ങി. ആ നടത്തത്തിൽ ഒരു തോട്ടിൽ ഞാൻ വീണു. അവിടുന്ന് വീണ്ടും എഴുന്നേറ്റ് പതുക്കെ എങ്ങോട്ടൊന്നില്ലാതെ ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് നടന്നപ്പോൾ അക്കരയിൽ നിന്നും ഒരു ചെറിയ ലൈറ്റ് ഇങ്ങനെ കാണാൻ തുടങ്ങി. ആ ലൈറ്റിനെ ലക്ഷ്യമാക്കി ഞാൻ നടന്നു. ഇങ്ങനെ നടന്ന് ഞാൻ എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോട്ടിലെത്തി. ആ റോട്ടിലെത്തിയപ്പോൾ പിന്നീട് വീടുകളിൽ നിന്നും വെളിച്ചങ്ങൾ കാണാൻ തുടങ്ങി. പിന്നീട് എനിക്ക് വഴി മനസ്സിലായി. മൂത്താപ്പയുടെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു. വീട്ടിലെത്തിയപ്പോൾ ഇഫ്താർ പാർട്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു വീഴ്ചയിൽ എൻ്റെ കണ്ണ് ആകെ നീര് വന്ന് വീർത്തിരുന്നു. ഉമ്മ ചോദിച്ചു, എന്തു പറ്റി? നീ എന്താ വൈകി? നിന്റെ മുഖത്തെന്താ ഒരു വല്ലായ്മ? എന്ത് സംഭവിച്ചു? ഞാൻ ഉമ്മയോട് കള്ളം പറഞ്ഞു. ഞാൻ പറഞ്ഞു, പന്ത് കളിച്ചപ്പോൾ ഫുട്ബോൾ തട്ടിയതാണ്. ഉമ്മ അത് വിശ്വസിച്ചു. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്ക് കണ്ണാകെ ചുവന്ന് മുഖമാകെ വീർത്തിരിക്കുകയാണ്. ഉമ്മ അപ്പോഴും ചോദിച്ചു, എന്ത് പറ്റിയടാ? ഞാൻ അപ്പോഴും ഉമ്മയോട് കള്ളം പറഞ്ഞു, അത് ഫുട്ബോൾ തട്ടിയതാണ്. ഏതല്ല നമുക്ക് ഡോക്ടറെ കാണിക്കാം. അങ്ങനെ ഉമ്മ എന്നെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർ എന്നോട് ചോദിച്ചു, അല്ല മോനെ, എന്താ പറ്റി? ഡോക്ടറോട് ഞാൻ കള്ളം പറഞ്ഞു, ഇത് ഒന്നല്ല, ഫുട്ബോൾ തട്ടിയതാണ്. പക്ഷേ ഡോക്ടർക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. വീണ്ടും അയാൾ ചോദിക്കുന്നുണ്ട്, ഫുട്ബോൾ തട്ടിയതല്ലല്ലോ, ഇത് എന്താണ് സംഭവിച്ചത്? സത്യം പറയും. അപ്പോഴും ഡോക്ടറോട് ഞാൻ കള്ളം പറഞ്ഞു, ഫുട്ബോൾ തട്ടിയതാണ്. ഡോക്ടർ ഗുളികയൊക്കെ എഴുതി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് കണ്ണിൻ്റെ ചുവപ്പൊക്കെ മാറി, ഈ അവസ്ഥയെല്ലാം മാറി. പക്ഷേ ഈ അപകടത്തിന് ശേഷം പിന്നീട് എൻ്റെ കാഴ്ച ഇങ്ങനെ ഗ്രാജ്വലി കുറഞ്ഞു വരാൻ തുടങ്ങി. ഇത് ഞാൻ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. ഒരു 15 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കണ്ണിൻ്റെ കാഴ്ച ഇങ്ങനെ ഗ്രാജ്വലി കുറഞ്ഞു വരുന്നു. അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചില്ല. ഒരു 20 വയസ്സാകുമ്പോഴേക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഞാൻ കണ്ണിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. പക്ഷേ അതിനുശേഷം പല ഡോക്ടർമാരെയും ഞാൻ കാണിച്ചു. എല്ലാവരും എന്നോട് പറഞ്ഞത്, കണ്ണിൻ്റെ ഞരമ്പ് ക്ഷീണിച്ചു പോയി, കണ്ണിൻ്റെ ഞരമ്പ് വീക്കായിപ്പോയി, ഇനി ഒരിക്കലും കാഴ്ച തിരിച്ചു കിട്ടില്ല. സർജറി കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അതുകൊണ്ട് സർജറിൻ്റെ ആവശ്യമില്ല. ഞാൻ അത് പൂർണ്ണമായും
സ്വീകരിച്ചു. 20 വയസ്സാകുമ്പോഴേക്കും പൂർണ്ണമായി ഇരുട്ടിലേക്ക് തള്ളപ്പെട്ടു. ഇത്ര പെട്ടെന്ന് എൻ്റെ കാഴ്ച നഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഈ അപകടമായേക്കാം, അല്ലെങ്കിൽ എൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുമായിരുന്നില്ല. എൻ്റെ വീഡിയോ കാണുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സെൻസ് ഓർഗൻസിന് എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അത് മാതാപിതാക്കളെ അറിയിക്കണം, ഡോക്ടറോടും സത്യം പറയണം. സത്യം പറയാതിരുന്നാൽ പിന്നീട് അതൊരു ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ എൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടത് ഈ ഒരു അപകടം കാരണമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ നന്നായി പഠിക്കാൻ തുടങ്ങി. എൻ്റെ മുമ്പിൽ ഒരു ജോലിയായിരുന്നു ലക്ഷ്യം. കാരണം ഇനി മറ്റു ജോലികൾക്കൊന്നും പോകാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇനി പഠിക്കുക മാത്രമാണ് എൻ്റെ മുമ്പിലുള്ള ഒരേ ഒരു വഴിയെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ നന്നായി പഠിച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, ദുരന്തങ്ങളിൽ നമ്മെ സഹായിക്കുക നാം നേടിയെടുത്തിട്ടുള്ള വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് നന്നായി പഠിക്കണം. ജീവിതത്തിൽ എപ്പോഴും എന്തും സംഭവിക്കാം. എന്തു തന്നെ സംഭവിച്ചാലും നമ്മുടെ കയ്യിൽ വിദ്യാഭ്യാസമുണ്ടെങ്കിൽ അത് ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്താകും. ആ വിദ്യാഭ്യാസത്തിന് നമുക്ക് പുതിയൊരു ജീവിതം തരാൻ കഴിയും എന്നത് തീർച്ചയാണ്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ നിങ്ങളിലേക്ക് എത്തും വരെ താങ്ക് യു സോ മച്ച്.